നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 3 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ആമാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് രോഗം അല്പം മൂർച്ഛിക്കാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണം പാലിക്കുക. കുടുംബാംഗങ്ങളുമായോ അയൽവാസികളുമായോ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ മാറി നിൽക്കണം. നിയമപരമായ കാര്യങ്ങളിൽ ചെറിയ തിരിച്ചടികൾക്ക് സാധ്യത കാണുന്നു. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പഴയ രോഗങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിക്കാനോ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കാനോ ഇടയുള്ളതിനാൽ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കോടതി വ്യവഹാരങ്ങളിൽ തിരിച്ചടികൾക്കോ ശത്രുദോഷങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളുടെ തടസ്സങ്ങളെ വളരെ എളുപ്പത്തിൽ അതിജീവിച്ച് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. നിയമപരമായ കാര്യങ്ങളിലും കോടതി കേസുകളിലും അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല വാർത്തകൾ തേടിയെത്തും. പ്രവർത്തനങ്ങളിൽ മികച്ച പക്വത പ്രകടമാകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന അനുകൂല ദിവസമാണിത്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും അംഗീകാരങ്ങൾ നേടാനും സാധിക്കും. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകാനും പുതിയ അറിവുകൾ നേടാനും ഈ ദിവസം സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇന്ന് അനുഭവപ്പെടുക. ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കലഹങ്ങളോ കാര്യതടസ്സങ്ങളോ ഉണ്ടായേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സാഹചര്യങ്ങൾ അനുകൂലമായി മാറുകയും മനസ്സമാധാനം തിരികെ ലഭിക്കുന്നതോടൊപ്പം മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുകയും ചെയ്യും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ പങ്കാളിയുമായോ മക്കളുമായോ വാക്കുതർക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താലും തിരികെ മോശം അനുഭവങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാതെ നോക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദീർഘകാലമായി അലട്ടിയിരുന്ന വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കുന്ന ആശ്വാസകരമായ ദിവസമാണിത്. ആരോഗ്യസ്ഥിതി വേഗത്തിൽ മെച്ചപ്പെടും. സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. നല്ല പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ആകർഷകമായ അലങ്കാര വസ്തുക്കളും ഭവനത്തിൽ വന്നു ചേരും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സാമ്പത്തിക കാര്യങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ട ദിവസമാണിത്. ചെറിയ തെറ്റിദ്ധാരണകൾ കാരണം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കോ തർക്കങ്ങൾക്കോ സാധ്യത കാണുന്നു. അന്യരുമായുള്ള ഇടപാടുകളിൽ അപവാദങ്ങളോ മാനഹാനിയോ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾക്ക് വലിയ അംഗീകാരങ്ങളും പ്രശസ്തിയും നേടിയെടുക്കാൻ സാധിക്കും. അനുകൂല ദിവസമാണിത്. മാതാവിൽ നിന്ന് പൂർണ്ണമായ പിന്തുണയും വലിയ നേട്ടങ്ങളും ഉണ്ടാകും. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുതിയ വലിയ ഉത്തരവാദിത്തങ്ങളും യാത്രകളും വന്നു ചേരും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശാരീരികമായ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ യാത്രകളിലും വീഴ്ചകൾ സംഭവിക്കാതെയും ശ്രദ്ധിക്കുക. ദേഹാസ്വസ്ഥതകൾ പ്രത്യേകിച്ച് രോഗങ്ങൾ ഉണ്ടായാൽ കൃത്യമായ ചികിത്സ തേടണം. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള താൽക്കാലിക വേർപാടുകൾ മാനസികമായി ചെറിയ വിഷമം ഉണ്ടാക്കിയേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഭവനത്തിൽ മംഗളകരമായ ചടങ്ങുകളും ശുഭകാര്യങ്ങളും നടക്കാൻ വലിയ സാധ്യതയുണ്ട്. വിദേശയാത്രകൾക്ക് അവസരം കാത്തിരിക്കുന്നവർക്ക് അതിന് അനുകൂല സാഹചര്യം ഒരുങ്ങും. പുതിയ വായനാശീലം വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം തേടുകയും ചെയ്യും. പ്രസാധകർക്ക് വളരെ നല്ല സമയമാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദീർഘകാലമായി കാണാതിരുന്ന പ്രിയപ്പെട്ട ബന്ധുക്കളെ കണ്ടുമുട്ടാനും സന്തോഷം പങ്കിടാനും അവസരം ലഭിക്കുന്ന ശുഭദിനമാണിത്. ജീവിത പങ്കാളിയുടെ നല്ല ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നത് വഴി വലിയ ഗുണമുണ്ടാകും. തൊഴിൽ വിജയവും ധനനേട്ടവും പുതിയ നല്ല സുഹൃത്തുക്കളുടെ സഹായവും ഇന്ന് ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.